പ്രേക്ഷകർ, ഞാൻ നിൽക്കുന്നത് ഇന്ന് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് മുല്ലൂപ്പാറ ജുമാ മസ്ജിദ് തൊട്ടടുത്താണ് കേട്ടോ. നമുക്കൊരു അതിശയം കാണിക്കാം. ലോകത്ത് ജനങ്ങൾ മാതൃകയാക്കേണ്ട ഒരു അതിശയ സംഭവം ഞാൻ നിങ്ങളുടെ വീഡിയോയിലേക്ക് ഞാൻ ക്ഷണിക്കുക കേട്ടോ. അതിശയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്ന സമയം. കുടിവെള്ളം കിട്ടാനില്ല. പക്ഷേ നമുക്ക് എന്തുകൊണ്ടും ഒരു അതിശയമുള്ളൊരു പ്രദേശമുണ്ട്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടിവെള്ളം കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ആർക്ക് വേണമെങ്കിലും സ്വന്തം കിണറ്റിൽ നിന്നും എത്ര പൈപ്പ് വേണമെങ്കിലും എത്ര മോട്ടർ വെക്കണമെങ്കിലും അവർ ഒരു പ്രശ്നവുമില്ല. അനുവാദമുണ്ട്. വെള്ളം തീരുന്നത് വരെ കൊടുക്കും. അവർ വെള്ളം സപ്ലൈ ചെയ്ത് കിണറ്റിലൊഴിച്ചും കൊടുക്കും. അതിൻ്റെ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ഒരു കിണറ്റിൽ എത്ര മോട്ടറാണ് വെച്ചിരിക്കുന്നത്, എത്ര പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ നോക്കണം കേട്ടോ. ഈ പൈപ്പിൻ്റെ എണ്ണം നിങ്ങൾ നോക്കുക. ഒരു സൈഡ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു സൈഡ് മാത്രം. ഇപ്പം നിങ്ങളെ ജസ്റ്റ് ആ പൈപ്പ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഓരോ ഭാഗം നിങ്ങളെ ഞാൻ കാണിക്കാം. ഓക്കെ, ഇത് നമ്മൾ മനുഷ്യൻ കണ്ടു പഠിക്കണം. അതായത് നമ്മുടെ വീട്ടിലെ വെള്ളം ഉപയോഗശൂന്യമായി പോയാലും ആർക്കും കൊടുക്കത്തില്ല കുടിവെള്ളം. പക്ഷെ കുടിവെള്ളം കൊടുക്കുന്നവരും നമ്മുടെ ഇടയിൽ നൂറുകണക്കിന് പേരുണ്ട്. കൊടുക്കുന്ന അനുസരിച്ച് കുടിവെള്ളം അവർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൈപ്പിൻ്റെ മോട്ടറിൻ്റെ എണ്ണം നിങ്ങൾ മാത്രം നോക്കുക. വീഡിയോയിൽ നിങ്ങൾ മോട്ടർ എണ്ണുക. എത്ര മോട്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ എണ്ണണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഗിന്നസ് ബുക്കിലൊക്കെ പേര് വരേണ്ടതായത് ഉണ്ടോ. ഒരു കിണറ്റിൽ നിന്നും എത്ര മോട്ടർ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ എണ്ണുക. ഞാൻ മുമ്പ് കാണിച്ചതല്ല, അടുത്ത പൈപ്പാണ് സെക്ഷൻ കണ്ടോ. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതും മറ്റാവശ്യത്തിന് ഉപയോഗിക്കുന്നതും ഇവിടെ നിന്നുള്ള വെള്ളമാണ്. ഈ റൗണ്ട് എടുക്കുക കേട്ടോ. റൗണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പൈപ്പ് ഇട്ടേക്കുന്നു. റൂഫിംഗ് സീറ്റ് ഇട്ടേക്കുന്നത് പോലെയാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. മോട്ടർ നിങ്ങൾ നോക്കുക, എണ്ണം നോക്കിക്കൊള്ളുക കേട്ടോ. ഈ പേരൂടെ വായിച്ചു ചെയ്യാം. മാങ്കുഴക്കൽ മർഹൂം അലി ഹാജി കിണർ നവീകരണം ജനുവരി 2023. ഈ കിണർ നവീകരിച്ചതാണ് കേട്ടോ. കിണറിൻ്റെ അകം കൂടെ നിങ്ങൾ കാണുക. എന്തൊരു ഭംഗിയാന്ന് നോക്കി. മോട്ടർ വെച്ചേക്കുന്നതിൻ്റെ ഉണ്ടോ. എണ്ണാൻ പറ്റത്തില്ല അല്ലേ. 100ഓളം മോട്ടറുണ്ട് ഇവിടെ കേട്ടോ. ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ബോർഡ് നിങ്ങൾ വായിച്ചു. മർഹൂം അലി റാവുത്തർ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അണ്ണൻ്റെ പേരാണ് ഇവിടെ തൊട്ട് അടുത്ത് താമസിക്കുന്നത് കേട്ടോ. ആ, ജലീലണ്ണൻ. അപ്പോൾ ജലീലണ്ണൻ, ഇത് നമുക്ക് എത്ര വർഷമായിട്ട് ഈ വെള്ളം ഇങ്ങനെ? 40 വർഷമായി. ഇതേ തുടർ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുക. മോട്ടർ അടിച്ചിട്ട് ഇപ്പം നിലവിൽ എത്ര ഇതായിട്ടുണ്ട്? 70 മോട്ടറുണ്ട്. അവർക്ക് ഇവർ മോട്ടർ വെക്കുന്നു, മറ്റ് ചാർജുകളൊന്നും ഈടാക്കുന്നില്ല. അവർ തന്നെ അടയ്ക്കുന്നു, വെള്ളം കൊണ്ടുപോകുന്നു. വെള്ളം നമ്മൾ ഒരു തടസ്സമില്ല ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പേരെന്നാന്നോട് പറഞ്ഞ് വീട്ടുപേര്. അപ്പോൾ എല്ലാവരും കണ്ടോ, നമ്മുടെ ജലീലെണ്ണം വീഡിയോയിലെ കാണുക. അപ്പോൾ അദ്ദേഹം ഒന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പം ഇത് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള മാതൃക പ്രവർത്തനം മനുഷ്യൻ ഇതുപോലുള്ള നന്മകൾ ചെയ്തെങ്കിൽ നാളുകളിലും ഇപ്പോഴും അവൻ്റെ കൂട്ടത്തിൽ ഈ നന്മയുണ്ടാകും. ഇത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മുല്ലൂപ്പാറ, അതായത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മുല്ലൂപ്പാറ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള കിണറാണ് നിങ്ങളെ കാണിച്ചത്. ഓക്കെ, താങ്ക് യു, ശുക്രൻ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.